ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് തേമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ 3-4 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം 3-4 ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഇതാട്ടോ, സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ഷൂ ഒക്കെ നമുക്ക് ഈ പറയുന്ന കണക്ക് ചെളി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ചെളി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു പോളിഷ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്താട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, റോൺസിയോ വൈറ്റ് ഷൂ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് മേടിച്ചത്. കണ്ടോ, ഇതാട്ടോ പ്രോഡക്റ്റ്, റോൺസിയോ വൈറ്റ് ഷൂ ക്ലീനർ എന്ന് പറഞ്ഞിട്ട്. വൈറ്റ് ഷൂ ക്ലീനർ, വാട്ടർ ഫ്രീ ക്ലീനിങ്. കണ്ടോ, അതിനകത്ത് അവർ ആക്ച്വലി ഒരു സ്പോഞ്ച് ഒക്കെ തന്നിട്ടുണ്ട്. ഈ സ്പോഞ്ച് വെച്ച് അകത്തേക്ക് അറിഞ്ഞ ഈ വൈറ്റ് ഫോമും വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ വൈറ്റ് ഷൂ ക്ലീൻ ചെയ്തത്. ഇതാണ് നമ്മൾ ഒന്ന് ഓർഡർ ചെയ്ത് വൈറ്റ് ഷൂ ക്ലീൻ ചെയ്യുന്ന സാധനം. നമുക്ക് അടുത്ത എന്താ ഓർഡർ ചെയ്തേക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമ്മൾ അടുത്ത തേമൂന്ന് ഓർഡർ, ഇതെല്ലാം നമ്മൾ തേമൂന്നാട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പൊ തേമൂന്ന് അടുത്ത ഓർഡർ ചെയ്തെന്നാണ് നോക്കാം. അടുത്ത ആക്ച്വലി ഒരു സൈസ് ബാഗാട്ടോ, നമ്മുടെ സൈഡിൽ ഇടുന്ന കൂട്ട് ബാഗാണ്. നമ്മൾ ഈ പറയുന്ന ചെറിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഷോർട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ. ഇപ്പം ഞാൻ ആക്ച്വലി എവിടെയെങ്കിലും 1 day ട്രിപ്പൊക്കെ പോകുമ്പോൾ വലിയ എന്താ പറയുക ബാക്ക് പാക്ക് ആയിട്ടാണ് പോകുന്നത്, ലൈക്ക് ലാപ്ടോപ്പ് ഇടുന്നേ കൂടെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുത് ഓർമ്മ വേണം, ജസ്റ്റ് എൻ്റെ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ രീതിയിൽ ഓർമ്മ വേണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനൊന്ന് ഓർഡർ ചെയ്താൽ നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. അവർ ആക്ച്വലി ഇതുപോലെ കുറച്ച് ഒരു നൈസ് കവറിലൊക്കെ ആയിട്ടോ തന്നേക്കുന്നത്. നോക്കാം. ഇതാണ് ഞാൻ മേടിച്ചത്. ഇതാകുമ്പം ഈ പറയുന്ന കണക്ക് നമുക്ക് 1 day ട്രിപ്പൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ പവർ ബാങ്ക് അല്ലെങ്കിൽ ഫോണ്, പേഴ്സൊക്കെ നമുക്ക് ഈ പറയുന്ന കണക്ക് സൗകര്യത്തിന് ഇടാൻ പറ്റുന്ന ഒരിതാണ്. ചെറിയൊരു വാട്ടർ ബോട്ടിലും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇതാകുമ്പോൾ നല്ല കംഫോർട്ടാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. ഞാൻ ഇതുവരെ ഈ ഒരു ടൈപ്പ് മേടിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. യെസ്, കൊള്ളാട്ടോ. ഇത് അടിപൊളിയാണ്. ഒത്തിരി ഓവർ സൈസും ഇല്ല, വലിയ വെയിറ്റ് ഒന്നുമില്ല. അത്യാവശ്യം കള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ, സ്പേസ് ഉണ്ട്. പിന്നെ ഒരു മെയിൻ അല്ലെങ്കിൽ പറയാലും ഇത് നിറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് വീർപ്പിച്ചാണല്ലോ തരുന്നത്. ബട്ട് ഇത് അത്യാവശ്യം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത എന്താന്ന് നോക്കിയാലോ. ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് ഗ്ലൗസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഗ്ലൗസ് ചുമ്മാ നോക്കി കഴിഞ്ഞപ്പം അവരുടെ കിടക്കണാണ് ഓർഡർ ചെയ്ത ഗ്ലൗസസ്. ഇതാണ് അടുത്തത് ഞാൻ ഓർഡർ ചെയ്തത്. ഇനി അടുത്തത് എന്താണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് നോക്കട്ടെ കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഹുഡി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമ്മാ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഓർഡർ ചെയ്താൽ. സാധാരണ ഞാൻ അങ്ങനെ ഹുഡീസ് ഒന്നും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാറില്ല. ബേസിക്കലി ഞാൻ പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം. പക്ഷേ ഇപ്രാവശ്യം ചുമ്മാ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയാലോ. കൊള്ളാട്ടോ, അടിപൊളിയാണ് സംഭവം. നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത സാധനമാണ്. നല്ല മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നൈസ് മെറ്റീരിയലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടത് എന്താണല്ലോ അടിപൊളിയാണ്. ഞാൻ എന്താണല്ലോ അടുത്ത ദിവസം പോകുമ്പോൾ തന്നെ ഇതിട്ട് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുട്ടി എന്താണല്ലോ നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അടുത്ത ദിവസം ഇട്ട് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഇട്ട് നോക്കണം തോന്നി. അതുകൊണ്ട് എന്നാണ് ഞാൻ ഇട്ട് നോക്കി. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല. സൈസും കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. കാണാൻ അത്യാവശ്യം അടിപൊളിയാണ്. മെറ്റീരിയലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ കണ്ടോ, പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ 4 ഐറ്റംസ് ആട്ടോ തേമൂന്ന് ഓർഡർ ചെയ്ത്. ആ 4 ഐറ്റംസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷൂവിൻ്റെ സത്യം പറഞ്ഞാൽ ഷൂ പോളിഷിങ് എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം. അത് പറഞ്ഞ കണക്ക് തന്നെ വൈറ്റ് ഷൂവിൽ നമ്മളത് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോൾ
നമ്മുടെ സത്യമായ ചെളിയും കാര്യങ്ങളൊക്കെ മാറി നമ്മുടെ വൈറ്റ് ഷൂവിന്റെ കളർ തിരിച്ചു വരുമെന്നുള്ളത് പരസ്യത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കത് നോക്കാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.